ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കച്ച് വർക്കാണ് പഠിച്ചത് അല്ലേ. കച്ച് വർക്കിൻ്റെ ഫ്രെയിമും അതിൻ്റെ വീവിങ്ങും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമുക്കത് ഒരു മോട്ടിഫ് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്രാഫ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഗ്രാഫ് പേപ്പറിൽ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ സിമ്പിളായിട്ടുണ്ടാവുക കേട്ടോ. കാരണം അതിൽ ഓരോ കള്ളികൾ കണ്ടില്ലേ, ഈ ഒരു കള്ളിയിൽ നമുക്ക് ഓരോ ബോക്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1/2 സെൻറ്റിമീറ്ററാണ് കണ്ടോ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. നമുക്ക് എല്ലാ കള്ളിയും ഒരേപോലെ കിട്ടും. നമ്മളിപ്പോൾ സ്കെയിൽ കൊണ്ട് വരയ്ക്കുകയാണ്, ബുക്കിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് തെറ്റിപ്പോവും. ഗ്രാഫ് പേപ്പറിലാണ് കച്ച് വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഗ്രാഫ് പേപ്പറിൽ മോട്ടിഫ് വരച്ചിട്ട് ട്രേസ് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് വരച്ച് വയ്ക്കുക. കണ്ടോ, അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മോട്ടിഫാണ് ഞാൻ വരച്ചിട്ടുള്ളത്. 5 കള്ളിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ കൈകൊണ്ട് വരച്ചിട്ട് ഒരു ഫ്രെയിം നമ്മൾ ചെയ്തു. ഇത് കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അതിൻ്റെ മുന്നത്തെ ക്ലാസ് ഞാൻ കച്ച് വർക്കിൻ്റെ ഫ്രെയിമും വീവിങ്ങും ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി കുറച്ചും കൂടി വലിയ സൈസിൽ ഒരു മോട്ടിഫ് ചെയ്യാം. ഒരു ബോക്സ് വരച്ചു. ആ ഒരു ബോക്സിൻ്റെ മീതെ ഒരു ബോക്സും കൂടെ വരച്ചു കൊടുക്കുക. താഴേക്കും ഇതേപോലെ ഒരു ബോക്സ് വരയ്ക്കുക. കണ്ടോ, ബോക്സ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇതേപോലെ ബോക്സ് വരച്ചു. ഇനി ചെയ്യേണ്ടത്, ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത കള്ളി വിട്ടിട്ട് അതിൻ്റെ അടുത്ത കള്ളിയിലാണ് ഒരു ബോക്സ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 ബോക്സായിട്ട് കിട്ടും അല്ലേ. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ബോക്സ് വരയ്ക്കുക. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ 2 സൈഡിലും കണ്ടോ. അപ്പോൾ ഓരോ കള്ളി വിട്ടിട്ട് വേണം ഓരോ ബോക്സ് വരയ്ക്കാനായിട്ട്. ഇനി ഇതൊരു ബോക്സായി കണക്കാക്കുക. അതിൻ്റെ അടുത്ത കള്ളി വിട്ട് അതിൻ്റെ അടുത്ത കള്ളിയിൽ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ സെൻറ്ററിലെ കള്ളിയിലൊരു ബോക്സ് വരയ്ക്കുക. പിന്നെ ആ ഒരു ബോക്സിൻ്റെ 2 സൈഡിലായിട്ടും ലെഫ്റ്റും റൈറ്റും ഓരോ ബോക്സ് വരച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇതിന് ഷേപ്പ് ഒന്നും കൂടെ വലുതായി അല്ലേ. ഈ ഒരു മോട്ടിഫിൻ്റെ സൈസ് ഒന്ന് വലുതായി. ഇനി അതേപോലെ ഇനി നോക്കുക അടുത്തത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്. കണ്ടോ, നമ്മളൊരു ബോക്സ് വരയ്ക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു കള്ളി ഒഴിവാക്കിയിട്ട് വേണം അടുത്ത ബോക്സ് വരച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഇതിന് സെൻറ്ററിലായിട്ട് ഒരു ബോക്സും കൂടെ വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മോട്ടിഫ് റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ കുറച്ചും കൂടി വലുതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബോക്സുകൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ സാരിയിലൊക്കെ കുറച്ച് വലിയൊരു ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വേറൊരു മെത്തേഡിൽ കാണിച്ചു തരാം, വേറൊരു മോഡൽ കാണിച്ചു തരാം. മെത്തേഡല്ല, വേറൊരു മോഡൽ. കണ്ടോ, ഫസ്റ്റ് നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ ഓരോ ബോക്സ് വരച്ചു കൊടുക്കുക. ആദ്യം ഫസ്റ്റ് ഇതുപോലെ ബേസിക്കായിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു മോട്ടിഫ് വരയ്ക്കുക. കണ്ടോ, ഇനി ഇതിൽ നിന്നാണ് നമ്മൾ കുറച്ചും കൂടി വലുതായിട്ടും ചെറുതായിട്ടൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ബോക്സ് വരയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണുക. എന്നിട്ട് ഒരു ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലത്തെ ഒരേ സൈസിലുള്ള ബോക്സുകൾ കിട്ടും. ഇപ്പോൾ നമ്മൾ സ്കെയിൽ കൊണ്ട് വരയ്ക്കുമ്പം ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരാം ചിലപ്പം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവില്ലെങ്കിൽ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഏതൊക്കെ കള്ളിയിലാണ് വരയ്ക്കുന്നത്, എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓരോ ബോക്സ് വരയ്ക്കുമ്പോഴും ഓരോ കള്ളി വിട്ടണം. എന്നിട്ടാണ് നമ്മൾ ഓരോ ബോക്സ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിന് സെൻറ്ററിലായിട്ട് ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. ഇനി ഒരു സൈഡിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിനെ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ ക്ലോത്തിൽ ട്രേസ് ചെയ്തെടുക്കാം. അതല്ല ഒന്ന് ക്രോസ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് വെക്കുക, ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇനി ബോർഡർ ചെയ്യാനായിട്ട്, ഇപ്പോൾ നമുക്ക് സാരിയിലും അതുപോലെ ഡ്രസ്സിൻ്റെ അടിഭാഗത്ത് ബോർഡർ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്ന് കാണിച്ചു തരാം. നോക്കുക കേട്ടോ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. ഒരു ബോക്സ് വരച്ചു, ആ ഒരു ബോക്സിൻ്റെ മീതെ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. വീണ്ടും അതിൻ്റെ മീതെ ഒരു ബോക്സ്, അങ്ങനെ ഓരോ ബോക്സിൻ്റെ മീതെയും
ഓരോ ബോക്സ് വരച്ചു കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എത്ര സൈസിലാണോ വേണ്ടത് ആ ഒരു മോഡൽ, ആ ഒരു സൈസ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതുപോലെ ബോക്സ് വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതിന് സൈസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നീളം കൂട്ടാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇത് മേലെ ഇതൊരു ബോക്സൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇനി വേറൊരു കുറച്ചും കൂടെ ഹെവി ആയിട്ട്, ഇതിൻ്റെക്കാളും കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളൊരു ബോക്സ് ബോർഡർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബോർഡർ വരച്ചില്ലേ, അതേ ബോക്സുകൾ വരച്ചില്ലേ, അപ്പോൾ അതേപോലെ വരച്ചെടുക്കുക. നിങ്ങളുടെ ഡിസൈൻ എത്ര സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ബോർഡർ വരച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഓരോ ബോക്സുകൾ വരച്ചെടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ വരച്ചെടുത്താൽ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും ഡ്രസ്സിൽ ട്രേസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് വിട്ടിട്ട് അടുത്ത ബോക്സിൻ്റെ മീതെയാണ് ഒരു ബോക്സ് വരച്ചെടുക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഇതുപോലെ വരച്ചെടുക്കുക. അങ്ങനെ 3 ബോക്സ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഓരോ ബോക്സിൻ്റെ മീതെ ഓരോ ബോക്സ് വരയ്ക്കുക. അപ്പോൾ 3 ബോക്സ് നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ അടുത്തുള്ള ബോക്സ് വിടുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബോക്സിൽ ഇതേപോലെ ബോക്സ് വരച്ചു കൊടുക്കുക. അപ്പോൾ 3 ബോക്സാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി അടുത്ത ബോക്സ് വിടുക, എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബോക്സിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, 3 ബോക്സാണ് നമ്മൾ ചെയ്തത്. ഇനി ഈ 3 ബോക്സിൽ സെൻറ്ററിൽ ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ മീതെ ഇതുപോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ബോർഡർ കിട്ടും. കണ്ടോ, ഇതേപോലെയാണ് ബോർഡർ ചെയ്യാനായിട്ട് വേണ്ടത്. നിങ്ങൾക്ക് കുറച്ച് താഴേക്കായിട്ട് കൊടുക്കാം, 1, 2 എന്നുള്ള രീതിയിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെറിയൊരു ബോക്സ് 2 എണ്ണം വരച്ചെടുത്തിട്ടുണ്ട്. രണ്ടും 2 രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ വരച്ചത് കാണുന്നുണ്ടല്ലോ അല്ലേ. ചെറിയ ബോക്സിൽ 2 സൈഡിലായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഫസ്റ്റത്തെ ക്ലാസ്സിൽ, അതുപോലെ ഫ്രെയിം ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഇതിന് 2 കള്ളിയിലാണ് വരച്ചിട്ടുള്ളത് കേട്ടോ. മീതേക്ക് ചെറിയ 2 കള്ളികൾ 2 കള്ളിയല്ല 2 വരകൾ കണ്ടില്ലേ. കണ്ടോ, ഇതേപോലെ എടുക്കുക. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ചെയ്യേണ്ടത് ആദ്യം സ്റ്റിച്ച് ചെയ്ത ത്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലൂടെ എടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലോക്ക് വേണം എന്നുള്ളത് അല്ലേ. ലോക്ക് നോക്കിയിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതെങ്ങനെയാണ് ഇൻ്റർലൈസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. വേറൊരു കളർ ത്രെഡ് ഇട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി മീതേക്കായിട്ടാണ് കൊടുക്കേണ്ടത്. മീതേക്ക് കൊടുക്കുമ്പം ഈ ഒരു ത്രെഡിൻ്റെ ലോക്ക് നോക്കണം കേട്ടോ. അപ്പോൾ അടിയിലൂടെയാണ് എടുക്കേണ്ടത്. പിന്നെ ഈ ഒരു 2 ലൈൻ കൊടുത്തില്ലേ 2 സൈഡിലായിട്ട്, ആ ഒരു ഭാഗത്ത് കണ്ടോ അടിയിൽ കൂടെ എടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരണം. ഈ ഒരു സൈഡിലേക്ക് വരുമ്പം ആദ്യത്തെ ത്രെഡിൻ്റെ കണ്ടോ, നമ്മൾ ഫസ്റ്റത്തെ ത്രെഡിൻ്റെ മീതെ കൂടെയും ആ ഇൻ്റർലൈസ് ചെയ്ത് പോയ ത്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ അടിയിലൂടെയും അതിൻ്റെ അപ്പുറത്തെ രണ്ടാമത്തെ ത്രെഡിൻ്റെ അടിയിലൂടെയും ആണ് എടുക്കേണ്ടത് കേട്ടോ. കേട്ടോ, നിങ്ങൾക്കത് പറയുന്നത് മനസ്സിലാവില്ലെങ്കിൽ ലോക്ക് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ലോക്കിൻ്റെ അടിയിലാണ് ഇതുപോലെ വീവ് ചെയ്തെടുക്കേണ്ടത്. എൻ്റെ മോന് തൊട്ടടുത്തുണ്ട് കേട്ടോ, ഞാൻ അത് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണേ. കണ്ടോ, ഇതേപോലെ അടിയിലൂടെ എടുക്കാം. മീതെ കൂടെ എടുത്ത് അടിയിലൂടെ എടുത്തിട്ട് ലാസ്റ്റത്തെ ത്രെഡിൻ്റെ അടിയിലൂടെ എടുക്കുക. കണ്ടോ, ഇതേപോലെ എടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ കൂടെ എടുക്കണേ. നിങ്ങൾക്കിത് മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ ലോക്ക് ശ്രദ്ധിക്കുക. ലോക്ക് ശ്രദ്ധിച്ചിട്ട് ആ ലോക്കിലൂടെ വേണം വീവ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഈ ഒരു ബോക്സ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. ഈ ബോക്സിൻ്റെ ഓരോ കോർണറിലും ഞാൻ ഓരോ ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൈനിലൂടെ അല്ല കോർണറിലാണ് കുത്തിയെടുക്കുന്നത്. പിന്നെ ചെയ്യേണ്ടത് കണ്ടോ, ആ ഒരു ലൈനിൻ്റെ അറ്റത്തുനിന്ന് കോർണറിലേക്ക്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ത്രെഡ് ബോക്സിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കണ്ടില്ലേ, അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫസ്റ്റ് മാത്രമേ നമ്മൾ കോർണറിൽ കുത്തുന്നുള്ളൂ, പിന്നുള്ളതൊക്കെ ആ ഒരു ലൈനിൽ കുത്തിയിട്ടാണ് ആ ഒരു കോർണറിലേക്ക് കുത്തിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കുക കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ എടുക്കുക. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെ അടിയിലൂടെ എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഭാഗത്തേക്ക് കുത്തിയിറക്കുന്നത്. ഇനി എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന്
ഇതുപോലെ ത്രെഡ് ഇട്ട് എടുക്കുക. അപ്പോൾ വേറെ ത്രെഡ് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ സെയിം കളർ ത്രെഡ് ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. കണ്ടോ, മീതത്തെ ഇതിലൂടെ ഒരു സ്റ്റിച്ചിലൂടെ എടുത്തു. പിന്നെ ഈ ഒരു കോർണറിലുള്ള ആ ലൈൻ ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിലൂടെയാണ് നമ്മൾ അടിയിലൂടെയാണ് എടുക്കുന്നത്. എല്ലാ കോർണറിലെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എല്ലാ കോർണറിലെയും ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ അടിയിലൂടെയാണ് എടുക്കുന്നത്. അതുപോലെ അടിയിൽ കൂടെ കോർത്തെടുക്കുക. ഇനി താഴേക്കാണ് വരേണ്ടത്. താഴേക്ക് വരുമ്പം ആ ഒരു ത്രെഡ് ലോക്കാണോ അല്ലയോ എന്നുള്ളത് നോക്കിയതിന് ശേഷം ത്രെഡ് എങ്ങനെ കിടക്കുന്നത് നോക്കുക കേട്ടോ. നോക്കിയിട്ട് മീതെ കൂടെ ആണോ താഴെ കൂടെ ആണോ നോക്കിയിട്ട് കേട്ടോ, അത് അടിയിൽ കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മറ്റേ ത്രെഡ് മീതെ കൂടെ ആയിരിക്കും. ഇത് ഈ ഒരു കോർണറിൽ സ്റ്റിച്ചിൻ്റെ ആ ഒരു ലൈനിലൂടെ അടിയിലൂടെ എടുക്കുക. ഇനി നോക്കുക, കണ്ടോ, ഇതേപോലെ മീതെ താഴെ താഴെയായിട്ട് ലാസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെയാണ് എടുക്കുന്നത്. എടുത്തതിന് ശേഷം ഈ ഒരു കോർണറിൽ സ്റ്റിച്ച് ഉണ്ടല്ലോ ആ ഒരു ലൈനിൻ്റെ അടിയിലൂടെ എടുക്കുക, താഴേക്ക് കുത്തിയിറക്കുക. സെയിം ത്രെഡുകളും ചെയ്യാം, അതല്ല വേറെ കളർ ത്രെഡ് ഇട്ടിട്ടും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോ കോർണറിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ കോർണറിലും അടിയിലൂടെയാണ് വീവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോട്ടീഫ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് വരച്ചെടുക്കുക, എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കച്ച് വർക്ക് കഴിഞ്ഞു.